ജീവിതത്തിൽ പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ ആളുകൾ സാധാരണ അതിനെന്തെങ്കിലും ഒരു മറുപടിയോ ഒരു പരിഹാരമോ അന്വേഷിച്ചുകൊണ്ട് ആളുകൾ ഫോണിൽ വിളിക്കും. അപ്പൊ അങ്ങനെ വിളിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോയിലൊക്കെ വിളിക്കുന്നതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ അവർക്കൊക്കെ പറയാനുള്ള സങ്കടങ്ങളിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന് എന്തോ ചില വേണ്ടാത്ത ബന്ധങ്ങളുണ്ട്, ചില അവിഹിതങ്ങളുണ്ട് എന്നൊക്കെയാണ്. ഒരു പക്ഷേ 10, 30, 40 കൊല്ലൊന്നും ഇങ്ങനത്തെ ഒരു വേണ്ടാവൃത്തികളിലും പെടാതെ ജീവിച്ചവർ പോലും ഇപ്പൊ അതിലൊക്കെ പെട്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും അധാർമികമായ ജീവിതം നയിക്കുന്നവരായി ഇന്ന് കേൾക്കുന്നത് ചെറുപ്പക്കാരല്ല, അല്ലെങ്കിൽ ഈ ടീനേജ് പ്രായത്തിലുള്ളവരല്ല. 50 വയസ്സ് കഴിഞ്ഞ, 55 വയസ്സ് കഴിഞ്ഞ, 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ പറ്റിയൊക്കെയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും അധികമായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്ത് രഹസ്യമായി എന്ത് വേണ്ടാത്തരങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഇന്ന് യഥാർത്ഥത്തിൽ എല്ലാവർക്കും വന്നു ചേർന്നിരിക്കുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇങ്ങനത്തെ വേണ്ടാവൃത്തികളിലേക്ക് നമ്മുടെ മനസ്സോ കണ്ണോ ശരീരമോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടില്ല. നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ എൻ്റെ അവസ്ഥ എന്താകും, എന്റെ ഭാവി എന്താവും, എന്റെ മരണം എന്താകും, എന്റെ ഖബർ എന്താകും, എന്റെ പരലോകം എന്താകും, ഇത് ചിന്തിക്കാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അതെന്താണ് സുഹൃത്തുക്കളെ? നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ അതിശക്തമായൊരു വിശ്വാസം വേരൂന്നിയിട്ടുണ്ട്. നമുക്കറിയാം സ്വർഗമുണ്ട്, നരകമുണ്ട്, പരലോകമുണ്ട് എന്നൊക്കെ നമുക്കറിയും. നമ്മളിപ്പോ അത് ഇല്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ പോലും നമ്മുടെ മനസ്സ് നമ്മളെ സമ്മതിക്കൂല. അപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ ഈ ഈമാനും വിശ്വാസവും ദീനും ഒന്നും ഇല്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന സുഖവും സമാധാനം പോലും ഇന്ന് പലപ്പോഴും ദീനുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഇല്ല. എന്തറിയോ? ദീനില്ലാതെ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരങ്ങനെയൊന്നും ചിന്തിക്കണില്ല, സ്വർഗത്തെ കുറിച്ച് നരകത്തെ കുറിച്ചൊന്നും ചിന്തിക്കണില്ല. അവർക്ക് അങ്ങനെ ജീവിച്ചു പോകാം. ഒരു മനസ്സാക്ഷിക്കുത്തും ഒരു കുറ്റബോധമൊന്നും അവർക്ക് ഉണ്ടാവില്ല. നമ്മളിതൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുമ്പോ എന്താണെന്നറിയോ, നമുക്ക് ഭയങ്കരമായ മനപ്രയാസവും മനോദുഃഖവും ഉണ്ടാവും. അവിടെ എനിക്ക് തോന്നുന്ന, ഇവിടെ ഞാൻ വരുമ്പോൾ പ്രസംഗിച്ചത് പോലെ ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും കിട്ടുക ദീനോണ്ടാണെങ്കിൽ ഇന്ന് തീരെ സമാധാനവും സന്തോഷവും ഇല്ലാത്ത ദീന്റെ ആൾക്കാരാണ്. അതെന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യണത്. ഇല്ലാന്ന് വിചാരിച്ച് ചെയ്യണവർക്ക് എന്ത് അവർക്കൊരു ഒന്നും പേടിക്കാനല്ലോ, ഇല്ലല്ലോ. സ്വർഗമല്ല, നരകമല്ല, പരലോകമല്ല എന്ന് വിചാരിക്കണവര് എന്ത് തോന്നിയാസം ചെയ്യുമ്പോഴും യാതൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥ തുടർന്നാൽ സുഹൃത്തുക്കൾ ഒരു സമാധാന സുഖം കിട്ടൂല. നമുക്കിപ്പോ അത് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മുടെയൊക്കെ സ്വന്തം സ്വകാര്യ ജീവിതങ്ങളിൽ എത്രത്തോളം നാം നല്ലവരായി ജീവിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കണം. ഇനിയിപ്പോ അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ദീന്റെ കാര്യങ്ങൾ പാലിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന കുറെ ദുരന്തങ്ങളുണ്ട്. എന്നോട് ഇപ്പൊ അടുത്തൊരു സഹോദരി പറഞ്ഞു, കുറെ പരീക്ഷണങ്ങൾ വന്ന ഒരാളാണ്. വളരെ വലിയ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ പ്രശ്നങ്ങളുമാണ്. അപ്പൊ ഭർത്താവ് പൊതുവെ ഒരു കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ വരനെയാണ് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കാലം വരെയും ഞാൻ നിരാശപ്പെട്ടിട്ടില്ല. ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടില്ല. കാരണം ഞാൻ എന്തെങ്കിലും ഇടങ്ങേറ് വരും, അപ്പൊ ഞാൻ അള്ളാഹോട് ചോദിക്കും, അള്ള എനിക്ക് തരും. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ ചോദിക്കുന്നതൊന്നും എനിക്ക് പടച്ചവൻ തരാത്ത പോലെ തോന്നും. അപ്പൊ എനിക്ക് പേടിയും. കാരണം പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ എനിക്കൊരു ധൈര്യവും എനിക്ക് ജീവിക്കാനില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്നോട് ചോദിക്കണം കാര്യം, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ശരിയാക്കാൻ പറ്റും. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്ത അവസ്ഥ ഒരു മനുഷ്യന് വരുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാനതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ എനിക്ക് ആ ഒരു ചോദ്യത്തിൽ മനസ്സിലായ കാര്യം, നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടായാൽ അള്ളാഹുവോട് പറയാമല്ലോ എന്ന ഒരു പ്രതീക്ഷയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നഷ്ടപ്പെടുക എപ്പോഴാന്ന് പറയും, നമ്മൾ അള്ളാഹുവോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാത്തൊരവസ്ഥ വരുന്നത് ഈ ഹറാമുകൾ പ്രവർത്തിക്കുമ്പോഴാണ്, നിഷിദ്ധങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ നമുക്ക് പറ്റൂല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരാൾക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു സന്ദർഭമാണ് ശരിക്കും യാത്രന്റെ സമയം എന്ന് പറയുന്നത്. യാത്രയിൽ ക്ഷീണിച്ചു വന്ന ഒരാള് അള്ളാഹുവോട് ചോദിച്ചാൽ അവന്റെ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും. കാരണം യാത്രാവേളയിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടും. എന്നാൽ ക്ഷീണിച്ച അവശനായി മുടിയൊക്കെ ജഡ പിടിച്ചു വന്ന ഒരാള് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ അന്നാ യുസ്തജാബു, അവനെങ്ങനെ ഉത്തരം കിട്ടുമെന്നാണ്.
കാരണം മത്അമുഹു ഹറാം, അവൻ ഭക്ഷിക്കുന്നത് നിഷിദ്ധം, അവൻ കുടിക്കുന്നത് നിഷിദ്ധം, അവൻ ധരിക്കുന്നത് നിഷിദ്ധം. അപ്പൊ ഹറാമുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് അല്ലാഹു നമുക്ക് ഉത്തരം തരാതിരിക്കും. മാത്രല്ല ചെയ്യുന്ന അമലുകൾ പോലും അള്ളാഹു കബൂൽ ചെയ്യൂല, അള്ളാഹ് സ്വീകരിക്കൂല. നമ്മൾ എത്ര നിസ്കരിച്ചാലും നോമ്പ് പറ്റാലും സ്വകാര്യ ജീവിതങ്ങളിൽ ഹറാമുകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവന്റെ കർമ്മങ്ങളെ അള്ളാഹു കബൂൽ ചെയ്യൂല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വെളുത്ത തിഹാമ പർവ്വതം, പർവ്വതം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കാണും, പിന്നെ അത് വെളുത്തതും കൂടി ആവുമ്പോൾ എത്ര ദൂരൊന്നും കാണൂല. അത്രമാത്രം ആളുകൾക്ക് നല്ലവനാണെന്ന് വിചാരിക്കാൻ മാത്രം നന്മകൾ നിറഞ്ഞ ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരാൾ അയാള് തന്റെ രഹസ്യങ്ങളിലേക്ക് അയാൾ വരുമ്പോൾ അയാൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ നിയമങ്ങളെ അയാൾ എന്ത് ചെയ്യും? പച്ചയായി ലംഘിക്കും. അങ്ങനത്തെ ആള് നാളെ പരലോകത്ത് വരുമ്പോൾ ഹബാഅൻ മൻസൂറ, അവന്റെ കർമ്മങ്ങളെ ഞാൻ ധൂളികളാക്കി കളയും. സ്വകാര്യതയിലല്ലാ തമ്മാടിത്തങ്ങൾ ചെയ്യുകയും പരസ്യമായ ആരാധനകളും കർമ്മങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്റെ പ്രവർത്തനങ്ങളെ ജഅൽനാഹു ഹബാഅൻ മൻസൂറ, അതിനെ നാം ധൂളികളാക്കി കളയും. അപ്പൊ സുഹൃത്തുക്കളെ, ചെയ്തതിന്റെ കൂലിട്ടോലോ എന്ന് വിചാരിക്കരുത്, ചെയ്തതിന്റെ കൂലി കിട്ടുമെന്ന് വിചാരിക്കരുത്. സ്വകാര്യതകൾ ഹറാമുകളുമായി മുന്നോട്ട് പോയാൽ ചെയ്തതിന്റെ കൂലൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? ധൂളികളാക്കി, ഒരു പ്രതിഫലവുമില്ലാത്ത പ്രവർത്തനങ്ങളാക്കി കളയുന്ന. അപ്പൊ ആദ്യം നമ്മളിൽ ഉണ്ടാവേണ്ട കാര്യം, റമളാനിനെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്, ഒരു 10-20 ദിവസം കഴിഞ്ഞു, ഇനി ഒരു 10 ദിവസം ബാക്കിയാവുക. ഞാൻ എന്നോട് നിങ്ങളോട് ചോദിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുള്ള നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന തെറ്റുകളെ മാറ്റി നിർത്താൻ കഴിയും, അത് മാറിക്കഴിഞ്ഞു, അതെന്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതായി കഴിഞ്ഞു എന്ന ഒരു ഉറപ്പ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. അതില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊരു തീരുമാനമായില്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ, ആൾക്കാർ റമളാനിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തും. മിക്കവാറും ആളുകൾ ഇതിന്നൊക്കെ മാറി നിൽക്കും. എത്രമാത്രം എന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ അനുഭവത്തിൽ എല്ലാ ദിവസവും ലഹരി ഉപയോഗിക്കുന്നവർ പോലും ഒരു മാസം കംപ്ലീറ്റ് ലഹരി തൊടാതെ ജീവിക്കുന്നത് റമളാനിൽ നമ്മുടെയൊക്കെ അനുഭവത്തിലുണ്ട്. അപ്പൊ നമ്മൾ ചെറുതൊന്നും ഇവർക്ക് ഇത് ഉപേക്ഷിക്കാൻ കഴിയൂല, പക്ഷെ റമളാനിൽ അത് പൂർണ്ണമായും ഉപേക്ഷിച്ച് ജീവിക്കുന്നവരെ നമുക്കറിയാം. അപ്പൊ മിക്കവാറും നമ്മളിലുള്ള എല്ലാ തിന്മകളും ഇപ്പോൾ റെസ്റ്റിലാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ തിന്മകളൊന്നും സമ്പൂർണ്ണമായി നമ്മൾ ഇന്ന് പോകുന്നുണ്ടോ ഒരു റമളാനോട് കൂടെ എന്ന് നമ്മൾ ആത്മപരിശോധന. ഇത് ഇനി പരിശോധിച്ചിരിക്കാൻ എന്താ, നമ്മൾ മരിക്കുമ്പോ ഈ തിന്മയും കൊണ്ടേ നമ്മൾ പോകും എന്നത് മാറുക. ഇതിപ്പോ ആരെങ്കിലും നമ്മൾ വിചാരിക്കാതെ ഈ തെറ്റുകളൊക്കെ നമ്മൾ ഇന്ന് പോകുന്ന ഒരു കാലമുണ്ടാവും, നമ്മൾ വിചാരിക്കാതെ അത് പോകും. എന്തുകൊണ്ടാണ് അത് റമളാൻ കൊണ്ട് പോകാത്തത് എന്ന് ഞാൻ പറയാം. നമ്മളൊക്കെ ചെറുപ്പത്തില് ഈ കാരണവന്മാര് പള്ളിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി വരും. അന്ന് ഈ പള്ളിക്ക് വെച്ച് നോമ്പ് തുറക്കൽ വളരെ കുറവാണ്, വളരെ അപൂർവം കുറച്ച് ആൾക്കാരുണ്ടാവും ആ മഗ്‌രിബിന്റെ സമയത്ത് നോമ്പ്. മഗ്‌രിബിന്റെ ജമാഅത്ത് പറഞ്ഞാൽ 1-2 ആളേക്ക് വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ നാട്ടിൽ ഞങ്ങളൊക്കെ കുട്ടികളാവുമ്പോൾ ഉണ്ടാവും. കാരണം പള്ളിക്ക് നോമ്പ് തുറന്നിട്ട് പള്ളിക്കൊക്കെ ഓടിയാൽ മിക്കവാറും എത്തൂല. പിന്നെ നോമ്പ് തുറന്ന ഒരാൾ ജമാഅത്തിന് പോകണമെന്നൊന്നുമില്ല, അത്ര വലിയൊരു നിർബന്ധമൊന്നും അതില്ല. അപ്പൊ ഏതെങ്കിലുമൊക്കെ കാരണവന്മാരുണ്ടാവും. എന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് ആ കാരണവന്മാരൊക്കെ എന്താ പറയുക, ഒരു പള്ളിക്ക് വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബീഡിയിലേക്ക് ചെയ്യും. ബീഡിയാണല്ലോ, ആ ബീഡി വലിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു സെഫ്ക്ക് വരുള്ളൂ. ഞാൻ പറഞ്ഞ അയാളുടെ ബീഡി വലി എന്തെങ്കിലും മാറും. അയാള് നോമ്പ് തുറക്കാൻ കാത്തിക്കണത് എന്തിനാ വെച്ചാൽ ഒരു ബീഡി വലിക്കാനാണ്, അതിനാണ് കാത്തു നിൽക്കുന്നത്. ഇതന്നെയാണ് നമ്മളൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, നമുക്ക് 100% തെറ്റാന്ന് ഉറപ്പുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യണറിയോ, റമളാൻ വരെ ആൾക്കാർ മാറ്റിവെക്കും. ഇനി 10 ദിവസം ഉള്ളൂല്ലോ എന്നാണ് പറയുന്നത്. ഇനി 10 ദിവസം കൂടി കഴിഞ്ഞാൽ അതൊക്കെ തുടങ്ങാന്നാണ് നമ്മളെ മനസ്സ് നമ്മളോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരിക്കലും സുഹൃത്തുക്കളെ ഒരു മാറ്റം, ഒരു ചേഞ്ചും റമളാൻ നമ്മളിൽ ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശരി. അതുകൊണ്ട് എനിക്കിങ്ങോട്ട് പറയാനുള്ളത്, നമ്മൾ വെറുതെ പ്രസംഗിക്കാനോ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ അതിങ്ങനെ കേട്ട് ആസ്വദിക്കാനോ ഒന്നും വന്നതല്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ഒറ്റ കാര്യം ചെയ്യണ്ടോ, എവിടെയാണോ നമ്മുടെ ഉള്ളിൽ പിഴവ് പറ്റിയത് അത് നമ്മൾ തിരുത്താതെ നമുക്ക് ഈ ദീനിന്റെ ഒരു ഗുണവും കിട്ടും, ഒരു ഗുണം കിട്ടും. നബിയോട് ചോദിച്ചു, എന്താണ് പുണ്യം, എന്താണ് പാപം? പുണ്യം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാചകം ഉപയോഗിച്ചു. പുണ്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, നല്ല സ്വഭാവം. വളരെ വളരെ ചുരുങ്ങിയ നിർവചനമാണ് ഇത് നല്ല സ്വഭാവം. എല്ലാം ചെയ്തിട്ടും ഒരാൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവണില്ലേ, അയാളിൽ ദീനില്ല, അയാളൊരു പുണ്യവാനല്ല. എല്ലാ വക്തിലും നിസ്കരിക്കാണ്ടാവും, എല്ലാ കർമ്മങ്ങളും ചെയ്യും, വളരെ ചിട്ടയാണ്,
പക്ഷെ പെരുമാറാൻ പറ്റില്ല. ഒരു മനുഷ്യനും ഇഷ്ടമല്ല, ഒരാളും അടുത്ത് ചെല്ലില്ല, അയാളിൽ പുണ്യമില്ല. നല്ല നിലക്ക് പെരുമാറാൻ ഒരാൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായും അവന് നന്മയുണ്ട്. അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. അവിടെ നബി പറഞ്ഞു ഏറ്റവും മോശപ്പെട്ട ഒരാള് ആരാണ്? ഏറ്റവും നല്ല ആളാരാണ്? ഖിയാറുക്കും ഖിയാറുക്കും നിസാഇക്കും. സ്വന്തം ഭാര്യയോട് ഡീസന്റായി മര്യാദക്ക് പെരുമാറാൻ പറ്റുക നല്ല മനുഷ്യനാണ്. തന്റെ ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറാൻ കഴിയുമെങ്കിൽ അവൻ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. തെറ്റിന് എന്താ നബി നിർവചനം? ഇസ്മിന് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി നിർവചനം പറഞ്ഞത്? എന്താണ് ഇസ്മു എന്ന് പറഞ്ഞത്? മഹാക ഫീ സുദരിക വകരിഹത അൻ യത്തരി അലൈഹി നാസ്. മഹാക ഫീ സുദരിക, നമ്മൾ നല്ല മനസ്സിലാക്കണം. മഹാക ഫീ സുദരിക, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നു. മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കാതെ ഒരു തെറ്റും മനുഷ്യന് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? ആ അസ്വസ്ഥതയും അസമാധാനവും നമുക്കുണ്ടാകും. ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടാതെ, മറ്റുള്ളവർ കണ്ടാൽ നമ്മൾ അപമാനമായി കാണുന്ന, ആളുകൾ കാണാതെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സിന് ചൊറിച്ചിലുണ്ടാകും. അപ്പം ഈ മനസ്സിലെ ചൊറിച്ചിലുമായി ജീവിക്കുമ്പോൾ എന്ത് സമാധാനമാണ് സുഹൃത്തുക്കളെ കിട്ടും? ഒരു സമാധാനം കിട്ടും. നമ്മളൊക്കെ തീരുമാനം വലിയൊരു നഷ്ടമുള്ള കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണോണ്ട് ഒന്നും സംഭവിക്കാനില്ല. പറഞ്ഞ എന്തിനാണ്? അള്ളാനെ ഭയപ്പെട്ടിട്ട് തന്റെ മനസ്സിന്റെ ദേഹേച്ഛകളെ തടുത്തു വെക്കും. നമ്മുടെ ചീത്തയായ ഇഷ്ടങ്ങളെ, അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ടുള്ള ആഗ്രഹങ്ങളെ, ദീൻ വിരോധിച്ചിട്ടുള്ള സന്തോഷങ്ങളെ മാറ്റി നിർത്താൻ ഒരാൾക്ക് സാധിച്ചാൽ അവന്റെ അഭയകേന്ദ്രം സ്വർഗമാകുന്നു. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? സ്വർഗം കിട്ടണമെങ്കിൽ നമ്മളുടെ ഇച്ഛകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, തിന്മകളാകുന്ന നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളെ ഞാൻ ഉപദേശിക്കും. ഈ ഉപദേശിക്കുന്ന കാര്യങ്ങളോടൊന്നും ഒരു പ്രതിബദ്ധതയും ഞാൻ പുലർത്തുന്നില്ലെങ്കിൽ എത്ര വലിയ കുറ്റബോധത്തോടെ ഞങ്ങളോട് സംസാരിക്കണ്ടാവുക, എത്രമാത്രം മാനസിക പ്രയാസത്തോടെ ആയിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. അത് പ്രസംഗത്തിന് മാത്രമല്ല, നിങ്ങൾ തറാവീഹിനി സഫിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, ശരിയല്ലടാ, നീ ശരിയല്ല, ഈ കാണിക്കണതിനോടൊന്നും നിനക്ക് ആത്മാർത്ഥതയില്ല, നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നോമ്പിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താ? എവിടെയെങ്കിലും ജീവിതത്തിൽ വല്ല തിന്മകളും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റലാണ് നോമ്പിന്റെ ലക്ഷ്യം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സൂക്ഷ്മത ഉണ്ടാകില്ല. അപ്പൊ അത് സാധിച്ചാൽ തന്നെ നമ്മുടെ നോമ്പ് യഥാർത്ഥത്തിൽ ഫലപ്രദമായ ഒരു നോമ്പായി മാറൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൃത്തുക്കൾ, അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന, ഇവിടെ എന്തായിക്കോട്ടെ, സാമ്പത്തിക രംഗത്തുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക സ്വകാര്യ രംഗങ്ങളിലുള്ളതാകട്ടെ, ഏതാണെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള തീരുമാനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഒരു കാര്യം. ഈ പരിശുദ്ധ റമദാൻ, ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിൽ സംഭവിക്കുന്ന ആദ്യത്തെ മാറ്റം അതാണ്. രണ്ടാമതൊരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ മാത്രം. എല്ലാ കാര്യത്തിലും, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാർഗദർശനത്തിലൂടെ പോകുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും നല്ല വഴി കാണിച്ചു കൊടുക്കലാണ് ഖുർആന്റെ ലക്ഷ്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഹുദ എന്ന് പറയുന്ന വാക്കിന് ഭാഷാപരമായ അർത്ഥം നമ്മൾ പറയണം. ഏതൊരു വിഷയത്തിലും തെറ്റാത്ത ഒരു വഴി കാണിച്ചു കൊടുക്കുക, ഒരു ഗൈഡൻസ്, തെറ്റാത്തൊരു വഴി കാണിച്ചു കൊടുക്കുക. അത് അള്ളാഹു ഉണ്ട്, അള്ളാഹു ആര് എന്ന് ചോദിക്കുന്നതിന് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി അതാണ്, റബ്ബുക്കുമായ മൂസ, മൂസ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികൾക്കും അതിന്റെ സൃഷ്ടിപ്പ് നൽകുകയും അവർക്ക് മാർഗദർശനം, വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാകുന്നു എന്നാണ് യഥാർത്ഥ മൂസ. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ ആ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള സന്മാർഗം എന്ന് പറയുന്ന അർത്ഥം മനസ്സിലാവും. ഞാൻ ഉദാഹരണം പറയാനുണ്ട്. നമ്മള് ഒരു പിന്നെ കോഴിമുട്ടയും ഒരു താറാവ് മുട്ടയും അത് വിരിയാൻ സമയത്ത്, ഇത് വിരിഞ്ഞിറങ്ങാറായിട്ട്, അങ്ങനത്തെ ഒരു സമയത്ത് ആ രണ്ട് മുട്ടയും കൂടെ എന്ത് ചെയ്യാറിയോ, ഒരു കുളത്തിന്റെ അല്ലെങ്കിൽ ഒരു പുഴയുടെ ഒരു വെള്ളത്തിന്റെ വക്കത്ത് കൊണ്ടുപോയി വെക്കുക. ആദ്യം വിരിഞ്ഞിറങ്ങുന്നത് താറാവ് കുഞ്ഞാണെങ്കിൽ അത് നേരെ വെള്ളത്തിലോട്ട് ഭയമില്ലാതെ നടന്നു പോകും.
എന്നാൽ കോഴിക്കുഞ്ഞാണെങ്കിൽ ആ വെള്ളത്തിന്റെ ഭാഗത്ത് നിന്ന് ഭയത്തോടുകൂടെ മുന്നോട്ട് നടക്കും. ആ മുട്ടക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ വെള്ളം എന്റെ രക്ഷയാണെന്ന് താറാവ് കുഞ്ഞിനോട് ആര് പറഞ്ഞു? വെള്ളം എനിക്ക് അപകടമാണെന്ന് ആ കോഴിക്കുഞ്ഞിനോട് ആര് പറഞ്ഞു? എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടികൾക്കും ആ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ട് അതിന് വഴി കാണിച്ചു. എന്താ വഴി? ജീവിതത്തിൽ അപകടം സംഭവിക്കാത്ത വഴി, ജീവിതത്തിൽ രക്ഷയുടെ വഴി, എവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, എങ്ങനെ സുരക്ഷിതമാകും, എങ്ങനെ സഞ്ചരിക്കും, എല്ലാറ്റിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഓരോ ജീവജാലങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിന് അള്ളാഹ് ഹുദ എന്നാ പറഞ്ഞു. അതേപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ മരിക്കുന്നത് വരെ ഇടങ്ങേറും ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കാനാണ് അള്ളാഹു നമുക്ക് ഈ ഹുദ തന്നത്. എന്റെ ഈ സന്മാർഗത്തെ ആര് പിൻപറ്റിയോ അവൻ വഴി തെറ്റുകയില്ല, അവൻ കഷ്ടപ്പെടുകയില്ല. അള്ള പറഞ്ഞ ദീനനുസരിച്ച് ഒരാൾ പോയാൽ അവൻ വഴി തെറ്റുകയില്ല, അവൻ കഷ്ടപ്പെടുകയില്ല. അപ്പൊ നമ്മള് ദീനനുസരിച്ച്, ഖുർആൻ അനുസരിച്ച്, ഹദീസ് അനുസരിച്ച്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വ്യക്തി ജീവിതമായാലും കുടുംബജീവിതമായാലും എല്ലാ ജീവിതത്തെയും അതനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റും. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വല്ല ഇടങ്ങളിലും പോയി പെടുന്നുണ്ടെങ്കിൽ അത് അള്ള കാണിച്ചെന്നൊരു വഴിയിലൂടെ അല്ല നമ്മൾ പോയത് എന്നുള്ളത്. അതല്ലാതെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപകടങ്ങളിലേക്ക് വരും. ഈ കഴിഞ്ഞ ഒരു തറാവീഹിന് ശേഷം ഒരു കുറച്ചൊരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ, ഞാൻ തറാവീഹ് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവരെന്നെ തെരഞ്ഞു വന്നു. എന്നോട് പറഞ്ഞു, ഒരു പറഞ്ഞിട്ട് പരിഹാരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, നല്ലൊരു വിഷമം പറയുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പൊ അവര് മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഉദ്യോഗസ്ഥന്മാർ, പെൺകുട്ടികളെ കല്യാണം കഴിച്ചവരൊക്കെ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ. ഉദ്യോഗം ഞാൻ പറയാത്ത ആളുകളെ മനസ്സിലായി പോണ്ടല്ലോ വിചാരിച്ചിട്ട്. ഏതായിരുന്നാലും അവർക്ക് ഒന്നേ പറയാനുള്ളൂ, മക്കളെയൊക്കെ വളരെ ഉയർന്ന് നിലവാരത്തിൽ വളരെ ഉയർന്ന പദവിയിലേക്ക് മക്കളെല്ലാവരെയും എത്തിച്ചു കൊടുത്ത ആ സഹോദരിയുടെ സങ്കടം എന്താണ്? ആ മക്കളും മരുമക്കളൊക്കെ 5 നേരത്തെ നിസ്കാരം പോലും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. അഞ്ചു നേരത്തെ ഒരു നമസ്കാരം പോലും ഇല്ല ജീവിതം. അപ്പൊ ആ സഹോദരി ഇവരൊക്കെ ഇങ്ങനെ ആയി കിട്ടാൻ, ഒരു കുട്ടി ജനിച്ചത് മുതൽ ആ കുട്ടി ഡോക്ടറേറ്റ് എടുക്കുമ്പോഴും എന്ത് പദവിയിലേക്ക് പോകുന്നതൊക്കെ ഉമ്മാക്കയിൽ ഭയങ്കരമായ ഒരു ത്യാഗം. അങ്ങനെ ഈ മക്കളെ മുഴുവനും വിവാഹം കഴിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടു വന്നിട്ട് ഇപ്പോ അവരാലോചിക്കുന്നത് എന്ത് എനിക്കിതുകൊണ്ടൊക്കെ ഒരു പ്രയോജനം കിട്ടിയത്. കാരണം 5 നേരത്തെ നിസ്കാരം പോലും ആ മക്കളിൽ ഇപ്പല്ല. അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് അവർ സംസാരിക്കുന്നു. എനിക്കൊന്നും അവരോട് പറയാൻ കഴിയില്ല എന്ന് ഞങ്ങളോട് പറയണത്. ജീവിതത്തിൽ എല്ലാം നേടി എന്ന് അവർ വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്രയും വലിയൊരു നിരാശയെക്കുറിച്ച് അവർ പറയണത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ ചെറുതാകുന്ന സമയത്ത് അവർക്ക് ശരിയായ ഒരു ദീൻ അവർക്ക് നൽകണം എന്ന കണിശതയുള്ള എത്ര പേരുണ്ട്? ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്? എന്റെ കുട്ടിന്റെ ഭാവിന്റെ രക്ഷ ഈ ദീനോണ്ടാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ആരും കുറ്റപ്പെടുത്താൻ പറയല്ലോ, നമുക്ക് ബോധ്യപ്പെട്ടു. ഞാൻ മരിച്ചു പോയാലും എന്റെ മക്കൾ ഇവിടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അവർക്ക് വേണ്ടത് മതമാണ്, ദീനാണ്. അവൻ ഡോക്ടർ ആയില്ലെങ്കിലും എഞ്ചിനീയർ ആയി ഒന്നും ആയില്ലെങ്കിലും അവന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധവും ഖുർആനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും എന്റെ മക്കൾ രക്ഷപ്പെട്ടു പോകും. എന്തുകൊണ്ട്? ഈ ദീൻ പിൻപറ്റിയാൽ അവൻ ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരൂല. ദുഃഖമില്ല, വിഷമല്ല. അള്ളാഹ് കാണിച്ചെന്ന ഈ സന്മാർഗം പിൻപറ്റിയാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെയും നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെയും ഒക്കെ സുരക്ഷ ഈ ദീന് കൊണ്ടാണ് നമുക്ക് ഉള്ളുകൊണ്ട് ബോധ്യമാണ്. ആ ബോധ്യം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. കാരണം ഞാനിത് പറയാൻ കാരണം എന്താണ്, ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് മദ്രസ പോകണ്ടാവും. ഞാൻ അതിനെ എതിർക്കില്ല, മദ്രസ പോകുന്നുണ്ട്. അപ്പൊ അവർ ദീന് പോയി മദ്രസ പോയിട്ട് അവർക്ക് കിട്ടുന്ന ദീന് കൊണ്ട് നിലനിൽക്കാൻ പറ്റുന്നതല്ല ഇന്നത്തെ ലോകമെന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ ഇന്ന് നമ്മുടെ പുതിയ തലമുറയെ, കുട്ടികൾ എന്നല്ല യുവാക്കൾ എന്നല്ല എല്ലാവരെയും നശിപ്പിക്കുന്ന 2 കാര്യം ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം കാര്യങ്ങൾ നിരീശ്വരത്വം, യുക്തിവാദം. എല്ലാവരുടെ മനസ്സിലും ചെറിയൊരളവിൽ അത് വന്നിട്ടുണ്ട്.
കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, ഈ മൗലവിമാരും ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ പറയണ 2 മിനിറ്റ് 3 മിനിറ്റ് പ്രസംഗം എടുത്തിട്ടിട്ട് അതിന് ട്രോൾ, അത് പരിഹസിച്ചിട്ടുള്ള ധാരാളക്കണക്കിന് ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ നിരീശ്വരവാദികൾ, ദൈവനിഷേധികൾ, കാഫിറുകൾ സോഷ്യൽ മീഡിയയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഇത് കാണും. ഞാൻ പറയുന്നത്, ഈ കാഴ്ചപ്പാടില്ലാത്ത ഒരാള് തെറ്റിപ്പോകാൻ അത് മാത്രം മതി. എന്തൊക്കെ ബഡായികളാണ് ഈ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചിട്ടാണ് പ്രസംഗങ്ങളും ആയത്തുകളൊക്കെ എടുത്തിട്ട് പരിഹസിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താണ് സ്വർഗം എന്നതിനെ കുറിച്ചൊരു വിശ്വാസിന്റെ മനസ്സിലുള്ളത് എന്താണ്? സ്വർഗം എന്ന് പറഞ്ഞാൽ അത് മാല ഐനും റഅത്താണ്, ഒരു കണ്ണും കാണാത്തതാണ്, ഒരു കാതും കേൾക്കാത്തതാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭാവനയിൽ ഇന്ന് വരെ വരാത്ത ഒരു ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തെ കുറിച്ച് എങ്ങനെ മനുഷ്യർ മനസ്സിലാകും? ആ സ്വർഗത്തെ കുറിച്ച് എങ്ങനെ മനുഷ്യർ മനസ്സിലാകും? ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ ഏത് ആശയത്തെയും ആളുകൾക്ക് പരിഹസിക്കാം. കാരണം ഈ ലോകത്തെ സുഖങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തി ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾക്കതൊരു പരിഹാസമായിട്ട് തോന്നുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വർഗം എന്ന് പറയുന്നത്? അള്ളാഹു മനുഷ്യന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള, വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള, ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും, ഒരു മനസ്സിനും മനസ്സിലാക്കാൻ പറ്റില്ല. ഖുർആൻ പറഞ്ഞു ഫലാ തഅലമു നഫ്സുൻ, ഒരു ഹൃദയത്തിനും മനസ്സിലാക്കാൻ പറ്റില്ല. മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, എന്തൊക്കെ സുഖങ്ങളാണ് സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചത് എന്ന് ഒരു മനസ്സിന് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്വർഗ്ഗലോകം. ഇപ്പൊ നിങ്ങൾ സ്വർഗത്തെ കുറിച്ച് വായിക്കുന്ന എല്ലാ ആയത്തിലും ഉണ്ടാവും തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴത്തുകൂടെ നദികൾ ഒഴുകും. ഇപ്പൊ നമ്മളെന്താ വിചാരിക്കുക? സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളുടെ പരിസരത്തിലൂടെ എങ്ങനെ പുഴകൾ പോകുന്നുണ്ടാവുന്നതാണ്? അല്ല, നമ്മൾ താമസിക്കുന്ന അവിടുത്തെ മണിമന്ദിരങ്ങൾക്ക് താഴെ. അപ്പൊ അതെങ്ങനെ? താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് താഴത്തുകൂടെ നദി ഒഴുകും. നമ്മൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ അടിയിലൂടെ എത്ര ആയത്തിലുണ്ട് നമ്മുടെ മനസ്സ്. അപ്പൊ അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താണ്? ഈ ട്രോളിന് ഒരായത്തോ അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ ക്ലിപ്പോ കണ്ടാൽ മതി, ആളുകൾ എന്ത് ചെയ്യും? അതോടുകൂടെ മനസ്സ് വഴിതെറ്റി പോകും. ഞാൻ കുറച്ച് ഗൗരവമായിട്ടാണ് ഇങ്ങോട്ട് പറയണത്. നമ്മൾ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. അത് വേണ്ട രൂപത്തിൽ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇന്ന് നമ്മൾ പറയുമ്പോൾ നിസ്കാരം നോമ്പൊക്കെ നിർവഹിക്കും, പക്ഷെ അടുത്ത ഭാവിയിൽ ഉണ്ടാവില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഒരാള് ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിനെ ഇസ്ലാമെന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവന്റെ സുഹൃത്ത് അവന്റെ കൂടെ നടന്നു. എന്നിട്ട് അവനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ആശയക്കുഴപ്പത്തിലാക്കി. അപ്പൊ ഈ ഇസ്ലാമിലേക്ക് വന്ന സുഹൃത്ത് അവനോട് പറഞ്ഞു, എനിക്കിതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല, നമുക്ക് ആരെങ്കിലും ഒരു വിവരമുള്ള ഒരാളോട് ഇതിനെപ്പറ്റി ചോദിക്കാം. അങ്ങനെ അവർ ഞങ്ങളുടെ അറബി കോളേജിലേക്ക് കയറി വന്നു 2 പേരും. അപ്പൊ ഇയാളത്തെ ഒരു കടലാസിൽ ഇങ്ങനെ കുറേ വിശുദ്ധ ഖുർആൻ വിമർശനങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടാണ് അയാൾ ആ കടലാസിട്ട് വന്നത്. അപ്പോ ആ കടലാസിട്ട് വന്ന അയാളുടെ ഒരു ആർജവത്വം നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് എഴുന്നേൽക്കണം. കുറച്ച് സമയം കൊണ്ട് നമുക്ക് നിർത്താം. ആൾക്കാർ ഇങ്ങനെ എഴുന്നേൽക്കും തിരിച്ചു വരും ചെയ്യുമ്പോൾ സദസ്സിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഒരു അനിവാര്യമാണെങ്കിൽ നീച്ചു പോയിക്കോളി, നീക്കാൻ. അപ്പോ ഇയാൾ ഈ ഒരു കടലാസ് എഴുതി കൊണ്ടുവന്നു. അപ്പൊ അയാൾക്ക് ആരോടാണോ അയാൾ സംസാരിക്കുന്നത് അയാളെ ഒരു സംവാദം നടത്തി തോൽപ്പിക്കാനുള്ള ഒരു വീറോട് കൂടെയാണ് അയാൾ വന്നത്. അപ്പൊ അവസാനം എന്റെ അടുത്താണ് എത്തിയത്. ഇപ്പൊ ഞാൻ ഈ കടലാസ് വാങ്ങി നോക്കുമ്പോൾ ഇതിലിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇസ്ലാമിലെ ബഹുഭാര്യത്വം, അനന്തരാവകാശ നിയമങ്ങൾ, അതേപോലെ തന്നെ വ്യഭിചാരി എറിഞ്ഞുകൊല്ലുക, കുറേ കാര്യങ്ങൾ, അതേപോലെ തന്നെ പേരക്കുട്ടിയുടെ സ്വത്തവകാശം, ഇങ്ങനെ ധാരാളക്കണക്കിന് വിഷയങ്ങൾ അയാൾ എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ അയാൾ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ട്, കാരണം വാദിച്ച് ജയിച്ചിട്ട് ഈ ഇസ്ലാമിലേക്ക് വന്ന ആളെ തിരിച്ചു കൊണ്ടുപോകലാണ് അയാളുടെ ലക്ഷ്യം. അപ്പൊ ഞാന് അയാളോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ ഖുർആനിലുള്ള പൊട്ടത്തരങ്ങളാണ്. അപ്പൊ അയാൾ അതാ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഖുർആൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കണില്ല. എന്താ? ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഇത് ദൈവവചനങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് വെറുതെ വിശ്വസിക്കല്ല. 1400 വർഷങ്ങളായി ഇതിലെ മുഴുവൻ നിയമങ്ങളും മനുഷ്യൻ ജീവിതത്തിൽ പകർത്തി പാലിച്ചു വന്നതാണ്. എത്രയോ ഇസങ്ങളും മതങ്ങളും നിയമങ്ങളും കാലഹരണപ്പെട്ടു പോയപ്പോൾ
എല്ലാ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാം പാലിച്ചിട്ട് ഒരു പ്രശ്നവും ഒരു വൈരുദ്ധ്യവും ഇല്ലാതെ ജനങ്ങൾ പ്രയോഗവൽക്കരിച്ച നിയമമാണ്. ഈ 1400 കൊല്ലങ്ങളെ പിന്നിടാൻ ഈ അറിവിന് സാധിക്കണമെങ്കിൽ അത് ദൈവികമായ അറിവാണ്. മാത്രമല്ല, ഇതിലൊരു വചനത്തിന് തത്തുല്യമായ ഒരു വചനം ലോകത്തെ അറബി ഭാഷയിൽ അഗ്രഗണ്യന്മാർ ജീവിച്ചിട്ടും ഒരു വാചകം ഇതുവരെ ആരും കൊടുത്തിട്ട്. അവിടെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇത് സത്യമാണെന്ന്, ഇത് ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതാണോ അല്ലേ എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എഴുതി കൊടുത്ത കാര്യമുണ്ട്, ഇത് മുഴുവൻ ഖുർആനിൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ശരി, ഉണ്ടെങ്കിൽ അതാണ് ശരി. ഞങ്ങൾക്ക് ഈ സംവാദത്തിന്റെ വാദപ്രതിനിധി ഒരാവശ്യമില്ല. നിങ്ങൾ വിശ്വസിക്കണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരി തീരുമാനിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ ശരി പറയുന്നവൻ ആരാണ്? സൃഷ്ടിച്ച പടച്ചവൻ. അവനേക്കാളും ശരി പറയുന്നവൻ ആരില്ല. അവനെ തിരുത്താൻ മാത്രം അറിവുള്ളവരും ലോകത്തില്ല. അവനാണ് ഏറ്റവും വലിയ ശരി. അതുകൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. അത് നിങ്ങളെ മുന്നിൽ സമർത്ഥിക്കേണ്ട ഒരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മുടെ കുട്ടികൾ പറയോ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു ഹദീസ് ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ, ഒരു ആയത്ത് ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആകുന്ന ബേസിക് അടിസ്ഥാനപരമായ ഒരു വിവരവും ആളുകൾക്ക് കൊടുത്തിട്ടില്ല. ഞാൻ എന്തിനാണ് ഇത്ര ഗൗരവത്തിൽ പറഞ്ഞു വെച്ചാൽ, ഈ സഹോദരനെ വിളിച്ചു, അവർക്ക് 5 മക്കളുണ്ട്. മനസ്സിലായി? ഭർത്താവ് ഇപ്പോൾ നിസ്കാരം നിർത്തി. എന്റെ പടച്ചോൻ എവിടെ? എന്തിനാ നിസ്കരിക്കുന്നു? എന്ത് ഖുർആനാണ്? ആരെ എഴുതിണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ ഓരോ വട്ടം ചോദിക്കും. അവസാന സ്ത്രീക്ക് തികഞ്ഞ കാഫിർ എന്ന് 100% ഞാനൊരു കാഫിറാണെന്ന് പ്രഖ്യാപിച്ചു. അയാൾ ഉപയോഗിച്ച വാക്കുകൾ ഞാൻ മുർത്തദായിരിക്കും എന്നാണ്. അപ്പൊ എനിക്ക് അയാളെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, 10-25 കൊല്ലം നിസ്കാരം ജുമയൊക്കെ നിർവഹിച്ച ആൾ ഇപ്പൊ എന്തൊക്കെ നിർത്തിപ്പോയി? അതാണ് വിശ്വാസം. അത് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഒരാൾ മുഅ്മിനാകൂ. കുറെ കേട്ടു, അവിടെ നിന്ന് കുറെ കേട്ട് മനസ്സിലാക്കി ഇതൊക്കെ കുറച്ചൊക്കെ ശരിയാവുമെന്ന് വിശ്വസിച്ചാൽ ഇതൊന്നും തോന്നക്കാലം പോവില്ല. ഇനി ഒരു യുക്തിവാദിനി നിരീശ്വരവാദിനും നിങ്ങൾ കാണണ്ട. മരിക്കാൻ സമയത്ത് ഒരു നല്ല പരീക്ഷണം വന്നാൽ മതി, ഒരു സഹിക്കാനാകാത്ത വേദന വന്നാൽ മതി. ഒരാൾ ദൈവനിഷേധിയാകാൻ അത് മതി. അള്ളാഹിനെ കുറിച്ച് ചീത്ത വിചാരം. നല്ല ഉറച്ച വിശ്വാസിക്ക് മാത്രമേ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും മുഅ്മിനായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. യഖീൻ വേണം, ഉറപ്പ് വേണം, ഇൽമു വേണം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവ് വേണം. അതൊക്കെ ഉണ്ടെങ്കിലും ഒന്നും അടിസ്ഥാനപരമായി നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ ഖുർആന്റെ മാസം എന്ന് പറയുന്ന ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാരും നിങ്ങൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും എല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മൾ ഇസ്ലാമിനെ അടിസ്ഥാനപരമായി പഠിച്ചിട്ടുണ്ടോ? അടിസ്ഥാനപരമായി ഇസ്ലാമിനെ പഠിക്കാതെ നമ്മുടെ മക്കൾ ഇനി മുന്നോട്ട് പോവില്ല. അവർക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് വേണം. എല്ലാവരും ഇവിടെ കള്ളുഷാപ്പ് കൂടി കയറുമ്പോൾ എനിക്കങ്ങോട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ ഒരു കുട്ടി പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു അതിനനുസരിച്ച് ഈമാൻ വേണ്ടേ? അങ്ങനത്തെ ഒരു ബോധം സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും പരലോകത്തെ കുറിച്ചൊക്കെ വേണ്ടേ? വെറുതെ അടുത്ത് വിളിച്ച് ചോദിച്ചു നോക്കും, മോനെ സ്വർഗവും നരകമൊക്കെ ഉണ്ട് എന്നല്ലേ കുട്ടി വിശ്വസിക്കണം? എന്താ അപ്പാകൊന്ന് പറഞ്ഞോണ്ട, അതുണ്ട് എന്നാണ് ഉറപ്പായത് എന്തുകൊണ്ട്? ഒരു തെളിവ് നീ പറഞ്ഞോണ്ട എന്ന് സ്നേഹത്തോട് ചോദിച്ചു നോക്ക്. നിങ്ങൾ നമ്മുടെ കുട്ടിക്ക് പറയാൻ കിട്ടുമോ? ഞാൻ പറഞ്ഞത് ഇരുത്തി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിനധികം വലിയ തെളിവിനൊന്നും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. വളരെ നിസ്സാരമായി ലളിതമായി നമുക്ക് സ്ഥാപിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അതുള്ളൂ. മണ്ണെന്നാണ് വന്നത്, ഇനി മരിച്ച മണ്ണായി തീരും. മണ്ണിൽ നിന്ന് വന്ന മനുഷ്യനെ മണ്ണിലേക്ക് മടക്കൽ, പിന്നെ ആ മണ്ണെന്ന് ഒരിക്കലും കൂടെ കൊണ്ടുവരാൻ താറത്തൻ ഉഖ്റ ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുവരാൻ എന്താ പ്രശ്നം? ഇനി അതൊക്കെ പോകട്ടെ സുഹൃത്തുക്കളെ. ഞാനിപ്പോഴും പറയും, ആദ്യത്തെ പിന്നെ കാലം തൊട്ട് ഈ കാലം വരെ എത്ര നന്മകൾ ലോകത്ത് സംഭവിച്ചു, എത്ര നല്ല കാര്യങ്ങൾ ആൾക്കാർ ചെയ്തു. ബദറിൽ തന്നെ 70 ആളുകൾ രക്തസാക്ഷികളായിരുന്നു. അപ്പൊ ആൾക്കാർ ജീവൻ കൊടുക്കുക, അവരവന്റെ സ്വത്ത് കൊടുക്കുക. ഇപ്പൊ ഇത്തരം പള്ളികളൊക്കെ ഒരു 40 ലക്ഷം 50 ലക്ഷം ഒരു പള്ളി ഒരു വ്യക്തിന് കൊടുക്കണം. അയാൾ അധ്വാനിച്ച സ്വത്തുനിന്ന് എന്ത് ചെയ്യുക, ഇത് ഒരു കച്ചവടം നടത്തുമ്പോൾ അവിടെ 5 രൂപ ലാഭം കിട്ടാൻ എന്തെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ അങ്ങനെ ഉണ്ടാക്കിയ പണം 50 ലക്ഷം 60 ലക്ഷം ഒക്കെ ഒരു പള്ളിക്ക് വേണ്ടി കൊടുക്കുകയാണ്. അയാളിപ്പോ എന്താ സ്വർഗം കിട്ടാനല്ലേ? ഇപ്പൊ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ രാത്രി ഉറക്കൊഴിച്ച് നിസ്കരിക്കണം. എന്തിനാണത്? സ്വർഗം കിട്ടാൻ. അപ്പൊ അള്ളാഹ് സ്വർഗം കൊടുക്കുമെന്ന അള്ളാന്റെ വാക്ക്, അള്ളാഹുവിന്റെ കരാർ, അത് വിശ്വസിച്ച് ലോകാവസാനം വരെ നന്മ ചെയ്ത ആൾക്കാർ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു സ്വർഗം ഇല്ലാതിരിക്കാൻ പറ്റും? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നു ഒരു സ്വർഗം ഇല്ലാതിരിക്കാൻ? ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഒരു അങ്ങാടിയിൽ ഒരു പള്ളിയുണ്ട്. അപ്പൊ അവിടെ ഒരു കാരണോല് അയാൾക്ക് ആകെ 20 സെന്റാണ്. ഇത് 10 സെന്റ് അയാൾ പള്ളി കൊടുത്തു. ടൗണിൽ 10 സെന്റ് പള്ളി, മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായി.
10 സെന്റ് അയാൾ പള്ളി കൊടുത്തു, 10 സെന്റിൽ അയാളെ വീടും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ചില ആൾക്കാർ പറയും അയാൾക്ക് എന്ത് പൊട്ടനാണെന്ന് പറയും. അയാൾ പൊട്ടനല്ല, അയാൾ എന്താ കാര്യം? അയാൾ കിട്ടിയ 20 സെന്റിൽ 10 സെന്റിൽ ഒരു വീട് സ്വർഗത്തുക്കും 10 സെന്റിൽ ഒരു വീട് ദുനിയാവുക്കും. അയാൾ മനസ്സിലാക്കി 10 സെന്റിൽ ഒരു വീട് സ്വർഗത്തുക്കും 10 സെന്റിൽ ഒരു വീട് ദുനിയാവുക്കും. അതൊക്കെ ചിന്തിക്കണമെങ്കിൽ അതിന് മാത്രം ഈമാൻ ഉള്ളിൽ തട്ടിയ ആൾക്കാർക്ക് പറ്റും. അതൊക്കെ പടച്ചോടാണ് വെറുതെ ഒരിക്കലും ഉണ്ടാവില്ല. ഇന്നിപ്പോ റിയാസ് മൗലവിയെ പള്ളിയിൽ കിടക്കുന്ന ഒരു പാവ ഇമാമിനെ കുത്തിക്കൊന്ന 3 ആളുകൾ സുഖമായിട്ട് പുറത്തിറങ്ങി അല്ലെ, വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ആളുടെ ഭാര്യന്റെ ഒരു സങ്കടങ്ങൾ ആലോചിച്ചു, മക്കളൊരു സങ്കടം. ആ പ്രാർത്ഥനകൾക്ക് ഒരു ഫലം ഉണ്ടാവൂലേ അല്ലെ? തെളിവുകൾ നശിപ്പിക്കപ്പെടാനും തെളിവുകൾ ലഭിക്കാതിരിക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും ഒക്കെ ഇവിടെ പറ്റുമെങ്കിൽ എന്തായാലും അയാൾ മരിച്ചല്ലോ, പള്ളിയിൽ നിന്ന് കുത്തേറ്റ് മരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഉത്തരവാദി ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാതിരിക്കും. അതാണ് എല്ലാറ്റിനും പൂർണ്ണ പ്രതിഫലം, നന്മക്കും തിന്മക്കും കൃത്യമായ പ്രതിഫലം. അവിടെ എന്താണ്? അവിടെ തെളിവുകൾക്ക് ഒരു പഞ്ഞമില്ല. കയ്യും കാലും സംസാരിക്കുന്ന ഒരു ലോകത്ത് തെളിവ് കിട്ടാതെ പോകില്ല. എല്ലാ റെക്കോർഡുകളും ഹാജരാക്കപ്പെടുന്ന ഒരു നാളിൽ തെളിവ് കിട്ടാതെ പോകും. അവിടെ സ്വർഗം വേണം, നരകം വേണം സുഹൃത്തുക്കളെ. അതിലുപരി എല്ലാം ഇസ്ലാമിന്റെ 6 വിശ്വാസങ്ങളും നമ്മൾ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ഹറമിലൊക്കെ പോയിട്ടില്ലേ? മദീനത്തും മക്കത്തൊക്കെ അവിടെ ഉണ്ടാവും ഇങ്ങനെ ആലിമീങ്ങൾ കസേരട്ടിരിക്കുന്നുണ്ടാവും. ആൾക്കാരൊക്കെ ചുറ്റുവരെ നിങ്ങളുടെ ദർസ് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ദർസ കേൾക്കണമെന്ന് നിങ്ങൾ പോയി വെക്കും. ഇസ്ലാമിന്റെ വിശ്വാസത്തെ കുറിച്ച് അവർക്ക് ഇങ്ങനെ കിതാബ് വായിച്ച് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പഠിക്കുന്ന വിവരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, കലാകഥയിൽ നമ്മളൊക്കെ വിശ്വസിക്കണില്ല. കലാകഥ അള്ളാഹുവിന്റെ വിധിയിൽ, അള്ളാഹിന്റെ വിധിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആള് പറയും? 5 കാര്യങ്ങളുണ്ട് വിധി വിശ്വാസത്തിൽ. ഒരു അക്കായിദ പഠിക്കണ ഒരു മദ്രസയിലെ കുട്ടി പറയേണ്ട കാര്യമാണിത്. പക്ഷെ നമുക്ക് എത്ര പേർക്ക് അറിയാം? ഞാൻ ഞങ്ങളെ മോശമാക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട് സുഹൃത്തുക്കളെ. നമ്മളൊക്കെ എന്തൊക്കെയോ പഠിച്ചു എന്ന് വിചാരിച്ച് ജീവിക്കും. ചെറിയൊരു ആശയക്കുഴപ്പം വരുമ്പോൾ നമ്മൾ ദീനിന്ന് പുറത്തു പോകും. എന്താ ഒന്ന് ഇൽമാണ്. എന്താ ഇൽമ പറഞ്ഞാൽ? അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നടക്കുന്നതെല്ലാം എഴുതി വെച്ചു. എല്ലാം അള്ളാഹ്ക്കറിയാം. അള്ളാഹ്ക്കറിയാതെ ഒരു കാര്യം അത് നടക്കുമ്പോഴല്ല, അതിന്റെ എത്രയോ മുന്നേ അള്ളാഹു അറിയുന്നു. ഇതാണ് ഇൽമ. രണ്ടാമത്തെ കിതാബത്ത്. ഇങ്ങനെ പഠിപ്പിക്കാം അഖീദ. എന്താ കിതാബത്ത് പറഞ്ഞാല്? അള്ളാഹു എന്താണോ നമുക്കൊക്കെ വിധിച്ചത് ആ വിധി അള്ളാഹു എന്ത് ചെയ്തു? എഴുതി വെച്ചു. എല്ലാം എഴുതി വെച്ചിട്ട് നമ്മൾ എന്ന് ജനിക്കും, എന്ന് മരിക്കും, എന്ത് സംഭവിക്കും, എന്ത് രോഗം വരും, എപ്പ മരിക്കും, എല്ലാം കിതാബത്ത് എഴുതി വെച്ചു. അപ്പൊ ഒന്ന് ഇൽമ്, ഒന്ന് കിതാബത്ത്. മൂന്നാമത്തത് മശീഅത്ത്. അള്ളാഹുവിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം അനുസരിച്ച് മാത്രമാണ് അവരെല്ലാ കാര്യവും ചെയ്യണം. അപ്പൊ അള്ള ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ, അള്ള ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ അള്ള എഴുതിയിട്ടുണ്ടാവില്ല. എനിക്കൊരു കുട്ടിയെ അള്ള തീരുമാനിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അടുത്ത എന്താ പറയുക? ഹൽഖ് എന്ന് പറയും. അള്ള എന്ത് ഉദ്ദേശിക്കുന്നുവോ അതിനെ അള്ളാഹു എന്ത് ചെയ്യും? നടപ്പിലാക്കും. അപ്പൊ നമ്മൾ ആളുകളൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറയും, എനിക്ക് കിട്ടണില്ലല്ലോ, ഞാൻ എത്ര ഉംറക്ക് പോയി, എത്ര ഹജ്ജിന് പോയി. എന്താ? നിങ്ങൾക്ക് തരാൻ അള്ള ഉദ്ദേശിച്ച കാര്യത്തിന് ഒരു ഹൽക്ക്, അത് എപ്പോ നടപ്പിലാക്കണം എന്നതിന് അള്ളാഹുവിനൊരു തീരുമാനമുണ്ട്. ആ സമയത്ത് മാത്രമേ നിങ്ങൾക്കത് കിട്ടൂ. ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരാൾക്ക് കലാകഥയിൽ വിശ്വസിക്കാൻ പറ്റും. ഇതിലേതെങ്കിലും ഒന്നറിയാതെ പോയാൽ അള്ളാഹിനെ കുറിച്ച് ചീത്ത വിചാരം വരും, നിരാശ വരും, നിഷേധം വരും. അപ്പോൾ ദീനിന്റെ കാര്യങ്ങളെ കുറിച്ച് ശരിയായി പഠിച്ചു മനസ്സിലാക്കി അറിഞ്ഞു ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ശരിയായി രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഒരു പുതിയ പള്ളിയിലാണ്, പുതിയൊരു സാഹചര്യത്തിൽ നിങ്ങൾ കൃത്യമായ ദർസുകൾ. ഞാനെപ്പോഴും ചിന്തിക്കും, ഒരു വിജ്ഞാനവേദി പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പാടെ ഓടിങ്ങോട്ട് വരും. ലേണിംഗ് ക്ലാസ് അറിയുമ്പോഴും ഒരു മുസാഫൊക്കെ എടുത്ത് നോട്ടീസൊക്കെ എടുത്ത് വരാൻ കുറച്ച് ആൾക്കാരൊക്കെ റെഡിയാവും. ഞങ്ങൾ ദർസ് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് തൗഹീദ് ഫുള്ള് വായിച്ച് ഹദീസിന്റെ ദർസ്. ഇപ്പൊ ദർസ് പണ്ഡിതന്മാര് ദർസ് എടുത്തതിന്റെ ഷറഹ് വെച്ചിട്ട് അറബിയിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ 3 ആള് 4 ആള് 5 ആളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആധികാരികമായ ഒരു കാര്യം പഠിക്കാനുള്ള ഒരു മനസ്സ്, അതൊക്കെ നമുക്ക് ഇവിടെ ഇൻഷാ അല്ലാഹ് നടക്കണം. നമ്മളൊരു പള്ളി ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പുറത്ത് പള്ളി ഇല്ലാഞ്ഞിട്ടല്ല, അവിടെ ജുമാ അടക്കാഞ്ഞിട്ടല്ല, അവിടെ തറാവീഹ് ഇല്ലാഞ്ഞിട്ടല്ല. നമുക്കിതൊക്കെ ഒന്ന് ശരിക്ക് ചെയ്യണം. അല്ലാഹു റസൂൽ പറഞ്ഞ പോലെ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നിന്നല്ലേ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ നിലക്ക് ആധികാരികമായ പഠനം
ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഇറങ്ങിയ ഒരു മാസമാണ്. ആ ഖുർആന്റെ വിജ്ഞാനങ്ങളെ യഥാവിധി സ്വീകരിക്കും എന്നൊരു പ്രതിജ്ഞ. അത് ഞാൻ പഠിക്കും, മനസ്സിലാക്കും, അറിയും, എന്റെ കുട്ടികൾക്ക് പഠിപ്പിക്കും, എന്റെ കുടുംബത്തിന് പഠിപ്പിക്കും എന്നൊരു തീരുമാനമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് യഥാർത്ഥത്തിൽ ഈ ഹുദ, അള്ളാഹു തരുന്ന ഈ സന്മാർഗമാണ് നമ്മുടെ ഭാവിക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകലാണ് ഏറ്റവും അനിവാര്യമായത്. സുഹൃത്തുക്കളെ, ഈ ഒരു ഗുണം ദീന് നമ്മളിൽ ഉണ്ടെങ്കിൽ, ഒരു ദീനുള്ള ഭാര്യ, അവൾക്ക് ഒരു നല്ല ഭാര്യ ആവാൻ പറ്റും. ദീനുള്ള ഒരു ഭർത്താവ്, അയാളെന്നെ നല്ലൊരു ഭർത്തൃ ജീവിതം പ്രതീക്ഷിക്കാൻ പറ്റും. ദീനുള്ള മക്കൾ, അവരെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു മാതാപിതാക്കൾ എന്ന നിലക്കുള്ള എന്തെങ്കിലും ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ ദീനുള്ള മക്കൾ ലഭിക്കും. ഓല മനസ്സിൽ ദീന് വേണം. കാരണം എന്താ അറിയാം, ഞാൻ നിങ്ങളോട് ഓർത്ത് പറയല്ലേ, ഇപ്പോ അത്രയും ബുദ്ധിമുട്ടാണ്. എന്തറിയോ, ഒരാളിപ്പോ നിങ്ങളുടെ വീട്ടിലെ അംഗമല്ലാത്ത ഒരാൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടാണ്. ഇന്ന് വാപ്പനും ഇമ്മനും വീട്ടിലെ മെമ്പർ ആയിട്ടല്ല മക്കൾ കാണുന്നത്. ഒരു കല്യാണം കഴിച്ചാൽ ഒരു വേറെ കുടുംബം. വാപ്പയും ഓലെ എണ്ണം ചോദിക്കുമ്പോ വാപ്പാനും ഇമ്മനെ എണ്ണ ഓർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓലെ ഭാര്യന്റെയും മക്കളെയും എണ്ണ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ദീന് കൊണ്ടുള്ള ഒരു മനസ്സിൽ നിന്ന് മാത്രമേ നിങ്ങളോടൊരു പ്രതിബദ്ധത മക്കൾക്ക് ഉണ്ടാവുള്ളൂ. കാരണം പടച്ചോൻ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ ചില പദങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ കുട്ടികൾക്ക് അറിയണം. അപ്പോഴേ പോലെ മനസ്സിലാവും. അബിൽ വാലിദൈനി ഇഹ്സാൻ. ഇഹ്സാൻ എന്നാൽ വാപ്പാനും പനി നോക്കുന്നത് വാപ്പിമ്മ എന്ത് വിചാരിച്ചിട്ടല്ല. നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു കാണും, അള്ളാഹ് അറിയും. ഇലയ്യൽ മസീർ, എന്റെ അടുത്തേക്ക് വരും. നീ എന്റെ വാപ്പാനും ഇമ്മാനി എന്താ ചെയ്തത് ചോദിക്കാൻ നീ എന്റെ അടുക്കിലേക്ക് വരും. വാപ്പാനിമാനി എട്ടങ്ങേറാക്കാം. നമ്മളെ കൊണ്ടൊരു വിഷമം വാപ്പാനിമാന്റെ മനസ്സിൽ വന്നുകൂടാ. മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തും. അവർക്ക് തൃപ്തി വേണം. ഒരു മകൻ എന്ന നിലയ്ക്ക് എന്നെ കുറിച്ചൊരു തൃപ്തി എന്റെ ഉപ്പക്കുമ്മക്ക് ഉണ്ടാവും. ഓരോ വാക്കിനും പ്രയോഗങ്ങൾക്കും അത്ര വലിയ അർത്ഥമുണ്ട് സഹോദരങ്ങളെ. അടിസ്ഥാനപരമായും ആധികാരികമായും ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കാൻ. റമദാനിന്റെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ലൈലത്തുൽ ഖദർ എന്നൊരു രാവ്. ലൈലത്തുൽ ഖദർ എന്താണ് പൊതുവെ ആൾക്കാർക്ക് ഒന്നും അറിയില്ല. നമ്മളൊക്കെ തന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ട് അതൊക്കെ മനസ്സിലായി. പണ്ടൊക്കെ എന്ത് ചോദിച്ചാൽ നേരം വെളുത്താൽ ആൾക്കാർ പറയും, ഞാനെന്ന് കുറച്ചേരം ഓതിയപ്പോ ഒന്ന് ഉറങ്ങിപ്പോയി, അപ്പോഴേറ്റ് ലൈലത്തുൽ ഖദർ വന്നു പോയോന്നാവും എന്നാണ്. അപ്പൊ ലൈലത്തുൽ ഖദർ എന്നാൽ എന്തൊരു സാധനം, രാത്രി വന്നു പോകലാണെന്നാണ് ആൾക്കാർ മനസ്സിലായത്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ എന്തായി, അതൊരു രാത്രിന്റെ പേര്. ഇപ്പൊ നമ്മൾ ഹറമെന്ന് ഇന്നത്തെ മഗ്‌രിബ് നമ്മൾ ഹറമെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? 1,00,000 നിസ്കാരത്തിന്റെ കൂലി കിട്ടും. അന്തങ്ങൾ 1,00,000 റക്അത്ത് നിസ്കരിക്കണോണ്ടല്ല, ഹറം എന്ന് പറയുന്ന ആ സ്ഥലത്തിന് ഒരു പരിശുദ്ധി ഉള്ളതുകൊണ്ട് അവിടുന്ന് ഒരു നിസ്കാരം സംഭവിച്ചാൽ ആ നിസ്കാരത്തിന് 1,00,000 പ്രതിഫലമാണ്. അതേപോലെ അല്ലാഹു ഒരു സമയത്തിന് മഹത്വം കൽപ്പിച്ചു. ആ സമയം ഒരു രാത്രിയാണ്. അപ്പോൾ ഏത് സൂര്യൻ അസ്തമിച്ചിട്ട് അടുത്ത സൂര്യോദയം വരെയുള്ള ഒരു ടൈം, ഒരു ഡ്യൂറേഷൻ, ഒരു കാലയളവ്. ആ രാത്രിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ വാപ്പാനോടും ഉമ്മാനോടും ഒരു സ്നേഹം കാണിച്ച്, അല്ലെങ്കിൽ ഒരു ദിക്ർ ചൊല്ലി, അല്ലെങ്കിൽ ഒരു പേജ് ഖുർആൻ ഓതി, അല്ലെങ്കിൽ ഒരു നല്ലതൊരാൾക്ക് പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ദിക്ർ ചൊല്ലി, എന്ത് സംഭവിച്ചാലും ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാളും ഉത്തമം. അപ്പൊ ചില ആൾക്കാർ വിചാരിച്ച് ഇത് പള്ളിക്ക് ഇരിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ, പള്ളിക്ക് മാത്രമേ ഈ രാവുള്ളൂ. രാത്രി പള്ളികൾക്ക് മാത്രമല്ല, ഒരാർത്തവമുള്ള സ്ത്രീ വീട്ടിലിരുന്ന് ദിക്ർ ചൊല്ലിയാലും അവൾക്ക് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടും. ചില സ്ത്രീകളൊക്കെ ഈ അവസാനത്തെ 10 ആവുമ്പോ മെൻസസ് ആയാൽ അവർ പറയും, എന്റെ ലൈലത്തുൽ ഖദറൊക്കെ പോയാണ്. ലൈലത്തുൽ ഖദർ കൊണ്ട് പോകില്ല, അതൊരു രാത്രിയാണ്, മഹത്വത്തിന്റെ രാത്രി. അല്ലാഹു 80 വർഷത്തെ പുണ്യം, 80 വർഷം ഒരാൾ പുണ്യം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഒരു രാവ് കൊണ്ട് നമുക്ക് തരാൻ അല്ലാഹു നിശ്ചയിച്ചൊരു സമയം. മാത്രമല്ല സുഹൃത്തുക്കളെ, ആ രാത്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു കൊല്ലത്തെ നമ്മുടെ ഖളാഅകൾ തീരുമാനിക്കുന്ന രാത്രിയാണ്. ഇനി അടുത്ത കൊല്ലത്തിലിടക്ക് നമുക്ക് എന്തൊക്കെ വരണം പോകണം എന്നൊക്കെ തീരുമാനമാകുന്നത് ഈ രാത്രിയിലാണ്. എല്ലാ കാര്യവും തീരുമാനിക്കപ്പെടും. അപ്പൊ നമ്മളെ കാര്യം പടച്ചോൻ തീരുമാനിക്കുന്ന രാത്രി നമ്മൾ ഉറങ്ങി അന്തം മുട്ടി കിടക്കാൻ പറ്റൂ? അങ്ങനത്തെ ഒരു രാത്രിയാണ്. അന്നത്തെ രാത്രി തറാവീഹ് നമസ്കാരം എന്നും നിസ്കരിക്കണോ? ഇപ്പൊ അന്നത്തെ നിസ്കാരം കിട്ടൂലേ? എന്നും തറാവീഹ് നിസ്കരിക്കുന്നവൻ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലെ നിസ്കാരം കിട്ടൂലേ? മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി.
ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആരെങ്കിലും ഈമാനോടെ പ്രതിഫലാഗ്രഹത്തോടെ നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കും. ലൈലത്തുൽ ഖദർ രാത്രി നിസ്കാരം. അപ്പൊ എന്തിലൊക്കെ സദക്ക കൊടുക്കാൻ തീരുമാനിക്കുക. അവസാനത്തെ 10 കൊടുത്തോളി. എല്ലാ രാത്രിയിൽ ഒരു 1000 500 എന്തിനും നല്ല കാര്യങ്ങൾ അങ്ങനെ കൊടുത്തോളി. അഥവാ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഒത്തുവന്നാൽ ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളുടെ പുണ്യം കൊടുക്കാനുള്ളതൊക്കെ കുറച്ചൊരു പ്രതീക്ഷയോടെ എന്താ ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് അറിയില്ല. ലൈലത്തുൽ ഖദർ എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ അറിയാതിരുന്നാൽ ആയുസ് അങ്ങനെ പോകില്ല സുഹൃത്തുക്കളെ. ഇതിനൊന്നും നേട്ടങ്ങൾ കിട്ടാതെ നമ്മുടെ നാട്ടിൽ എങ്ങനെ വെച്ചാൽ ലൈലത്തുൽ ഖദറിന്റെ അന്ന് 27-നാണ് ആൾക്കാർക്ക് ഒരു ധാരണ. അതൊറ്റ രാവുകളിലൊക്കെ പ്രതീക്ഷിക്കണം. എന്നാണെങ്കിലും വരും 25-ന് വരാം, 23 വരാം. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക വെച്ചാൽ നെയ്യപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി തിന്നാ ചെയ്യാം. എന്താ വെച്ചാൽ ഈ മധുരൊക്കെ പാടം ചെന്നാൽ പിന്നെ ഓനാണ് മയങ്ങി കാണുന്നുള്ളൂ. ശൈത്താൻ എത്ര സുന്ദരമായിട്ടാണ് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തതെന്നാണ് ആലോചിക്കുന്നത്. മനസ്സിലായി. അപ്പൊ അന്നത്തെ ദിവസം തലേത്തെ ദിവസം കുറച്ചേരം ഉറക്കഴിച്ച് ഓതിയാലും അന്ന് പിന്നെ ഓത്തുണ്ടാവില്ല. അതിന് പറ്റുന്ന രൂപത്തിൽ ഇതിന്റെ പുണ്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചൊക്കെ ഖുർആൻ ഇറങ്ങിയ രാവാണ് അത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ സലാമുൻ ഹിയ, സമാധാന ശാന്തി. അള്ളാഹുവിന്റെ സമാധാന ശാന്തി ജിബ്രീൽ നേരിട്ട് വന്നിറങ്ങും, മലായിക്കത്തുകൾ വന്നിറങ്ങും ഏറ്റവും ശ്രേഷ്ഠമായ രാവാണ്. ആ രാവ് നഷ്ടപ്പെട്ടവന് എല്ലാ നന്മയും നഷ്ടപ്പെട്ടു. ആ രാവ് നഷ്ടപ്പെട്ടവന് എല്ലാ നന്മയും അൽ ഖൈറു കുല്ലു, എല്ലാ നന്മയും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനിയുള്ള ദിനങ്ങൾ വളരെ പ്രധാനമാണ്. ചെറിയ അധ്വാനം കൊണ്ട് വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ പുതിയ പള്ളിയിൽ നിങ്ങൾ ഉണ്ടാവണം. എല്ലാ 10 ദിവസമൊന്നും ഇത്തിക്കാഫ് പറ്റിയില്ലെങ്കിലും ഒരു മഗ്‌രിബിക്കൊക്കെ വന്നു സുബഹി വരെ പറ്റുമെങ്കിൽ ഇരിക്കുക. പരമാവധി 1 മണിക്കൂർ വരെ ഇരുന്നാലും ഇത്തിക്കാഫിന്റെ പുണ്യം കിട്ടും. 1 മണിക്കൂറാണ് പണ്ഡിതന്മാർ മിനിമം പറഞ്ഞു. ഒരു രാത്രി ഇരിക്കാം, 2 ദിവസം ഇരിക്കാം, അവസാനത്തെ 4 ദിവസം ഇരിക്കാം, 10 ദിവസം ഇരിക്കാം. ഇത്തിക്കാഫ് എന്നൊന്നുമില്ല. ആ കാര്യത്തിൽ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. വല്ല ബാത്റൂമിലൊക്കെ പോകാണ്ടെങ്കിൽ പുറത്തൊക്കെ നമുക്ക് പോകാം. ഭക്ഷണം കൊടുക്കുന്നതിന് ആളില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും പോകാം. ബാക്കി സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുക, അദ്കാറുകൾ, ദിക്റുകൾ, അതേപോലെ തന്നെ മനസ്സറിഞ്ഞ് അല്ലാഹുവോട് പ്രാർത്ഥിച്ച് ഒക്കെ സമയം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കാം. സമയം നോമ്പ് തുറക്കാനായി തുടങ്ങിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, കൂടുതൽ അറിവ് പകരാനും അറിവ് പഠിക്കാനും ദീനെക്കുറിച്ച് മനസ്സിലാക്കാനും പുതിയ പുതിയ നന്മകൾ വർദ്ധിപ്പിക്കാനും ഉള്ള അവസരങ്ങളായി നമ്മൾ പള്ളിയെ ഉപയോഗിക്കണം. നിങ്ങൾ എപ്പോഴും ഇവിടെ വേണം. ഇവിടെ എന്ത് ക്ലാസ്, എന്ത് പരിപാടി ഉണ്ടാകും, ഇത് നടന്നു പോകുന്നതിലെല്ലാം നിങ്ങളുടെ സംഭാവനകൾ വേണം. ഇതിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം. ഇതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിലേക്ക് നിങ്ങൾ ആളുകളെ വിളിക്കണം. ഒരു ജുമാക്ക് ഒരുക്കം വന്നാൽ പിന്നെ അവൻ ഇവിടുത്തെ ആളാകും. കാരണം ആളുകളുടെ മനസ്സിലൊക്കെ നന്മയാണ്. നല്ലത് കിട്ടണം, നല്ലത് പഠിക്കണം. നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, ക്ഷണിച്ചുകൊണ്ടിരിക്കുക, ആളുകൾക്ക് ഇതിന്റെ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. അല്ലാഹു ദീൻ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനും അതനുസരിച്ച് ജീവിക്കുവാൻ, മരണം വരെ ഈമാനോടുകൂടെ നിലനിൽക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ